ഹായ്, സിവിൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരീക്ഷയെക്കുറിച്ചാണ്, ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 ഹാർബർ എഞ്ചിനീയറിംഗ് സിവിൽ ഫോർ സിവിൽ. അപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 സിവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 എന്നുള്ളതാണ് ഈ ഒരു തസ്തികയുടെ പേര്. സിവിൽ വിങ്ങിലേക്കാണ് നിയമനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ITI മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുതൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ പറയട്ടെ, I+E പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഈ താഴെയുള്ള നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുകളിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഉടനെ തന്നെ ഒരുപാട് ഈ പറഞ്ഞ ഡ്രാഫ്റ്റ്സ്മാൻ പരീക്ഷകളിലും ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകളിലും ഒക്കെ റാങ്കുകൾ സൃഷ്ടിച്ച അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഈ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 സിവിൽ പരീക്ഷയ്ക്കായിട്ടും I+ ഒരുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 324/2024 എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി നമ്പർ വരിക. അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹാർബർ എഞ്ചിനീയറിംഗ്, തുറമുഖ വകുപ്പിലേക്കാണ് ഇതിന്റെ നിയമനം വരുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിന്റെ നിയമനം വരുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് ശ്രദ്ധിക്കുക, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 സിവിൽ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ അല്ലെങ്കിൽ ട്രേസർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു തസ്തികയുടെ പേര് വരുന്നത്. ഈ 3 തസ്തികയിലേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതേ ഒറ്റ പരീക്ഷ തന്നെയാണ് നടക്കുക. 3ഉം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേക്കാണ് നടക്കുക. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ ഒട്ടേറെ നിയമനങ്ങൾ, 300ഓളം നിയമനങ്ങൾ നടന്ന ഒരു പരീക്ഷയാണിത്. ഇതുവരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മികച്ച ചാൻസ് ഉള്ള, സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഏറ്റവും മികച്ച ചാൻസ് ഉള്ള ഒരു പരീക്ഷ തന്നെയാണ് ഇതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 60,700 വരെയുള്ള മാന്യമായിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഇത്. നിലവിലാണ്, അത് പിന്നീട് റിവിഷൻ വരും. തീർച്ചയായിട്ടും നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെയാകും. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. പക്ഷേ കഴിഞ്ഞ തവണ ഒട്ടേറെ നിയമനങ്ങൾ, 300ഓളം നിയമനങ്ങൾ, അഡ്വൈസുകൾ പോയിട്ടുള്ള, അപ്പോയിന്റ്മെന്റുകൾ നടന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 സിവിൽ എന്നുള്ള പോസ്റ്റ്. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ ഇത് ലൈവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് 1 ഡേ രജിസ്ട്രേഷൻ വഴി പ്രൊഫൈലിൽ ചെന്നിട്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. യോഗ്യതയെക്കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡിൽ സംസാരിക്കാം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 30 വരെയാണ് അപ്ലൈ ചെയ്യാൻ നിൽക്കുക. പക്ഷേ അത്രയും വരെ പോകരുത്, ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1988 ജനുവരി 2 മുതൽ ജനിച്ചവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ, SC ST അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ, വയസ്സുള്ളത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ബേസിക് ആയിട്ട് PSCയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് നിങ്ങൾക്ക് SSLC ഉണ്ടാകണം, 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം, SSLC ഉണ്ടാകണം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും താഴെ പറയുന്ന ഏതെങ്കിലും പോസ്റ്റുകളിലുള്ള അല്ലെങ്കിൽ ആ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേയർ, അതായത് ITL ഡ്രാഫ്റ്റ്സ്മാൻ സിവിലോ അല്ലെങ്കിൽ സർവേയറോ ഒക്കെ പഠിച്ചിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ KGCE സർട്ടിഫിക്കറ്റ്, കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എഞ്ചിനീയറിംഗ്, KGCE സർട്ടിഫിക്കറ്റ്. അത് ഏതിലേക്ക് ആകണം? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇറിഗേഷൻ, ഇതിലേതെങ്കിലും ഉള്ള KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ KGTE സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ വിഷയങ്ങളിൽ? സർവേയിങ് ആൻഡ് ലെവലിംഗ് ഹയർ അതുണ്ടാവണം, അപ്ലൈഡ് മെക്കാനിക്സ് ഹയർ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഹയർ. അപ്പോൾ ഈ 7 സബ്ജക്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, ജോമെട്രിക്കൽ ഡ്രോയിങ്, മെൻസുറേഷൻ. അപ്പോൾ ഈ സബ്ജക്റ്റുകളിലുള്ള KGTE സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൽ നമുക്ക് ഇൻഫർ ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പരീക്ഷയ്ക്കും ഈ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ സിലബസിനെ കുറിച്ച് ബേസിക് ആയിട്ട് റൈഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ വിമൻസ് പോളിടെക്നിക് കൊടുക്കുന്ന, സംസ്ഥാന വനിതാ പോളിടെക്നിക് കൊടുക്കുന്ന 2 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അവർക്കും ഡയറക്റ്റ് ആയിട്ട് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ITI അല്ലെങ്കിൽ KGCE KGTE സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 2 വർഷത്തെ വിമൻ പോളിടെക്നിക്കിന്റെ ഡിപ്ലോമ എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ, അതേസമയം തന്നെ തൊട്ട് മുന്നേ നടന്ന റിക്രൂട്ട്മെന്റിൽ PSC സ്വീകരിച്ചിട്ടുള്ള ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അതായത് തൊട്ട് മുന്നേ നടന്ന റിക്രൂട്ട്മെന്റിൽ
കുറേ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ PSC റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. VHSC സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കഴിഞ്ഞ തവണ അത് പരിഗണിച്ചിരുന്നു. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നിങ്ങളെ റിക്രൂട്ട് ചെയ്തിരുന്നു. ബിടെക് ഉണ്ടെങ്കിൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിൽ പരിഗണിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ഇതുള്ളവർക്ക് നിലവിൽ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഈ യോഗ്യതയുള്ള ആളുകളെ പരിഗണിച്ചിരുന്നു, അവരെ ജോലിക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് PSC അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്. അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 സിവിൽ ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ ട്രേസർ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഈ തൊട്ടു മുന്നേ നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് ഏപ്രിൽ 2021 ഏപ്രിൽ 2021 ഇതുവരെ 309 പേർക്ക്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, 309 പേർക്ക് ഇതിൽ നിന്ന് നിയമനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഒഴിവുകൾ വരുന്ന ഒരു തസ്തിക ആണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 309 പേർക്ക് നമുക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 പോലെയൊക്കെ ഉള്ള നിയമനങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന സിവിൽ മേഖലയിൽ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് ഇപ്പോൾ ഇത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി കഴിഞ്ഞു. കാരണം 2021 ഏപ്രിലിൽ വന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2024 ആയി അല്ലേ. 2024 ഈ വർഷം ഏപ്രിൽ ഇത് എക്സ്പയർ ആയിട്ടുണ്ട്. നിലവിൽ റാങ്ക് ലിസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത്രയും തന്നെ നിയമനങ്ങൾ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ഇതിൽ ജോലി വാങ്ങിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കി പോകാം. സിലബസ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ സർവേയിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ അത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ അത് ഉണ്ടാവും. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ അത് ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കണം. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ അത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കണം. ഈ പറഞ്ഞ ഏരിയ അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്ലൈഡ് മെക്കാനിക്സ് ലിവർ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഓട്ടോ ക്യാഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയകളിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് i+ഉം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റൻസീവ് കോച്ചിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ചെറിയ ഫീസേ നമ്മൾ വാങ്ങാറുള്ളൂ ഇത്തരം പരീക്ഷകൾക്ക്, ഇത്തരം കോഴ്സുകൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറുകളിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള റിപ്ലൈ അവിടെ കിട്ടിയിരിക്കും. അപ്പം നന്നായിട്ട് പഠിക്കുക. നല്ലൊരു സർക്കാർ ജോലിക്കുള്ള ചാൻസ് മിസ്സാക്കരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.